നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വാതിൽ തുറക്കടി. നിന്റെയൊക്കെ തന്തനെ നീ മുറിയിൽ തന്നെ പൂട്ടി വെച്ചോ. എന്റെ മോൻ തിരിച്ചു വന്നടി. എടി വാതിൽ തുറക്കടി. തുറക്കാൻ എടി തുറക്കാൻ തുറക്ക. ഞാനിപ്പോ ഇവര് ശരിയാക്കടി. നിങ്ങൾ എന്താ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറാൻ നോക്കാണോ? എനിക്കിനി ഇതിനകത്ത് കയറിട്ട് ഒന്നും തപ്പിയെടുക്കാനില്ലടി. അല്ലേ ആനന്ദമാഷി ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് കാണുകയും വേണ്ട. എന്റെ മകൻ തിരിച്ചു വന്ന കാര്യം നിന്നെയൊക്കെ ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി വിളിച്ചതാ. അവനെ തനിച്ചാ വന്നത്. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടി. ഇനി എനിക്ക് ഒന്നും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഒന്ന് നിന്നേ. അതെ, നിങ്ങളുടെ മകനെ അച്ഛനും അനുചേച്ചിയും കൂടെ വശീകരിച്ചു കൊണ്ടുപോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഞങ്ങളുടെ ചേച്ചിയും കുഞ്ഞും എവിടെ? അതൊന്നും എനിക്കറിയത്തില്ല. അവരൊരുമിച്ച് പോയെന്നുള്ള സംശയത്തിലാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴേ എന്റെ മകൻ മാത്രം തിരിച്ചു വന്ന സ്ഥിതിക്ക് അനുപമ്മ കൊച്ചിനെ എടുത്ത് വേറെ വല്ലവന്റെയും കൂടി ഒളിച്ചോടി പോയിരിക്കാനാ സാധ്യത. അവസരത്തിനൊത്ത് വാക്കു പറയാനുണ്ടല്ലോ. വിവരം അറിയും നിങ്ങൾ കേട്ടോ. നിങ്ങൾ നിങ്ങളെ മകനും കൂടി പ്ലാൻ ചെയ്ത് അനുപമയെ വിച്ചുമോനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചതല്ലേ? അല്ലേന്ന്. കൊള്ളാലോ. ഞങ്ങൾ എന്തിനടി അവളെ കൊച്ചിനെ ഒളിപ്പിച്ചു വെക്കുന്നേ? ആ മാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരാ ഞങ്ങള്. അപ്പൊ ഒഴിവാക്കിയതാണല്ലേ? ആണടി. ഇന്ദ്രേട്ടൻ അനുചേച്ചിയും കുഞ്ഞിനെ എവിടെ ഉപേക്ഷിച്ചതാണെന്ന് നിങ്ങൾ പറയണം. അത് പറഞ്ഞിട്ട് പോയാ മതി. ഇതെന്താ മാനുമേ, ഈ പെൺപിള്ളേർക്കൊക്കെ വട്ടായോ? അവരുടെ ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കൂ സുശീലേ. ഇല്ലെങ്കിലേ ഇതുവരെ നിന്റെ മോൻ എവിടെയാണെന്നറിയാൻ നീ സമരം ചെയ്തതുപോലെ ഇവര് നിന്നെ ഇവിടെ തടഞ്ഞു വെച്ച് സമരം ചെയ്യും. അല്ല, വേണ്ട. കളി സുശീലോട് വേണ്ട. മാറി നിക്ക്. എനിക്കെന്റെ മകന്റെ അടുത്തേക്ക് പോണോന്ന്. ഞങ്ങളുടെ ചേച്ചിയും കുഞ്ഞും എവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. മാറടി. നിക്കടി അങ്ങോട്ട്. അയ്യേ, ദേ തള്ള പേടിച്ചു പോന്നു. നാണമില്ലേ നിങ്ങൾ? എനിക്കെതിരെ നാണം കുറവാടി. പോടി അവിടുന്ന്. നിന്റെയൊക്കെ ഇടപെടുന്നതിൽ നല്ലത് ഓടുന്നതാ. മതി മക്കളെ. അവള് പോയില്ലേ, ഇനി മതി. വാ ഇങ്ങോട്ടോ, വാ. നിങ്ങൾ വാ. അവൻ എവിടെടി? ഏട്ടനകത്തുണ്ട്. അമ്മ വെറുതെ വഴക്കിടാനൊന്നും പോലെ. അതെ, കാര്യങ്ങൾ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നതായിരിക്കും അമ്മയ്ക്ക് നല്ലത്. അമ്മ പ്രശ്നം ഉണ്ടാക്കിയ ഏട്ടനും അതേ ലൈൻ തന്നെ പിടിക്കും. അതെന്താടാ? ഇവിടുന്ന് പോയി ഇന്ദ്രൻ തന്നെയല്ലേ തിരിച്ചു വന്നത്. പുതുതായിട്ട് അവന് കൊമ്പൊന്നും മുളച്ചില്ലല്ലോ. ഉണ്ടോ? അമ്മേ, ഈ കുടുംബത്തിൽ സമാധാനം വേണ്ടതുകൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നേ. ഇന്ദ്രേട്ടൻ എന്തായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഇന്ദ്രേട്ടൻ ഇവിടെ നിന്ന് എവിടെയും പോവാതെ നോക്കാ വേണ്ടത്. അതിനാദ്യം അവളെയും കുഞ്ഞിനെ അവൻ എന്ത് ചെയ്തെന്നറിയട്ടെ. ഇന്ദ്രൻ ഇവിടെ എത്തിയെങ്കിലും അവളും കുഞ്ഞും ഇതുവരെ ആ വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഞാനിപ്പോ അവിടുന്നാ വരുന്നേ. അവൻ അവളെയും കുഞ്ഞിനെ എവിടെയാ പൊറപ്പിച്ചിരിക്കുന്നെന്ന് നിങ്ങളോട് പറഞ്ഞോന്ന്? ഏട്ടൻ ഏട്ടത്തെയും കുഞ്ഞിനെയും കൂട്ടിയാ പോയതെന്ന് പറഞ്ഞു. അവരെവിടെയാണെന്ന് ചോദിച്ചപ്പോ സമയമാകുമ്പോ വരുന്നു പറഞ്ഞു. അല്ലെങ്കിലും അവരെ കുറിച്ച് നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? നമുക്ക് ഇന്ദ്രനെ തിരിച്ചിട്ടിയാ പോരെ? എടാ, ഇന്ദ്രനെ തിരിച്ചു കിട്ടി ഉറപ്പിക്കണമെങ്കിൽ അവളുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ അവൻ എന്ത് തീരുമാനം എടുത്തെന്ന് അറിയണം.
എവിടെ അവൻ? ഏട്ടന്റെ മുറിയിലുണ്ട്. അപ്പോ ഞാൻ പൂട്ടിയിട്ട മുറി അവൻ തുറന്നോ? ആ ലോക്കിന് വലിയ ബലമൊന്നുമില്ല. എന്റെ അമ്മ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ട് പോകും. ഞങ്ങൾക്കതേ അമ്മയോട് പറയാനുള്ളൂ. എടാ, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. എന്റെ കൈപ്പാങ്ങിൽ ഒതുങ്ങാത്തവനെ കൈവിട്ട് കളയാനും എനിക്കറിയാം. അറിയാലോ? നീ വരുന്ന വിവരം അറിയിച്ചിരുന്നെങ്കിൽ വാതില് ഞാൻ തുറന്നിടുവായിരുന്നല്ലോടാ. ഇത് തള്ളി തുറന്നു കയറണമായിരുന്നോ നീ? അമ്മ എന്തിനാ എന്റെ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തേ? എന്നെ ഇനി ഈ മുറി കയറ്റരുതെന്ന് അമ്മ തീരുമാനിച്ചു അല്ലേ? അതേടാ, നീ അവളുമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ മുറിയിൽ എന്നല്ല, ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എങ്കിൽ പിന്നെ അമ്മ ആ ഗേറ്റ് കൂടെ താഴിട്ടങ്ങ് പൂട്ട്. ഡിവോഴ്സ് വിധിയാവുന്നത് വരെ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എന്നെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അവകാശം പറഞ്ഞ് അവളിക്ക് വരട്ടടാ, അത് ഞാൻ അപ്പം നോക്കിക്കോളാം. ഇന്ദ്ര, എനിക്കറിയേണ്ടത് നിനക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടോന്നാ. അമ്മയുടെ സമ്മതത്തോടെ എനിക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ട്. നേറി കെട്ടവനെ, നോണം ഉണ്ടോ എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ പറയാൻ? എന്റെ കൂടെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ച സുകുമാരിയെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത്ര നാണിക്കാൻ എന്റെ സ്വന്തം ഭാര്യയും മകനെയും കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യമാ. എടാ, എന്നു മുതലാണ് അവള് നിനക്ക് വീണ്ടും സ്വന്തമായത്? അവളുമായിട്ട് ഡിവോഴ്സ് ആയ ഉടനെ സച്ചി സാറിന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന് നീ അങ്ങേർക്ക് വാക്ക് കൊടുത്തല്ലേടാ? ഞാൻ ആർക്കും അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പോ അമ്മ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ നീ എന്നെ കരുതിക്കുട്ടി ചതിക്കായിരുന്നു അല്ലടാ? സച്ചി സാറിന്റെ കുടുംബത്തിന്റെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കൂടാ? ദേ, നിന്നെ കാണിച്ച സച്ചി സാറിന്റെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപ അവര് വേണ്ടി വാങ്ങിയത്. ആ സമയത്ത് സച്ചി സാറിന്റെ ബന്ധുവാകാൻ നിനക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്താടാ നിനക്ക് പറ്റിയത്? എന്ത് കൈവശോടാ മൂദേവി നിനക്ക് തന്നേ? അമ്മ അനുവിന്റെ കാര്യം വിട്. സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷത്തിന്റെ ബാധ്യത ഞാൻ ഏറ്റെടുത്താ പോരെ? അങ്ങനെ ചുമ്മാ ഏറ്റെടുത്തോളെന്ന് പറഞ്ഞാ പോരാ. ഇപ്പൊ നീ എന്റെ കൂടെ സച്ചി സാറിന്റെ വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയിരിക്കണം ഇന്ദ്ര.